ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. അടുത്ത മാസം ക്രിസ്മസ് സീസൺ ആണല്ലേ. ഡിസംബർ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ക്രിസ്മസ് സീസണിൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷങ്ങളുടെ ഒരു സീസൺ അല്ലേ. ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വൈൻ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി ഇങ്ങ് അടുത്തു. ഇനിയിപ്പം എൻ്റെ കൂടെ വൈൻ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏതായാലും സാധനങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് വീഡിയോ കണ്ടിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പോയി സാധനങ്ങൾ മേടിച്ച് വേഗം ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ വൈൻ എന്ന് പറയുന്നത് 21 ദിവസത്തിനകം ശരിയാവും. ഞാനിത് നിഷാസ് സ്പൈസസിൽ ഇടാതെ നിഷാസ് ഡ്രീംസിൽ ഇടാൻ കാരണം ഇത് 2 പാർട്ടായിട്ട് ഞാനിതിപ്പോൾ ഒരു പ്യുവർ കുക്കിംഗ് അങ്ങനെയായിട്ട് കാണുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ഇതിലിട്ടിട്ട് 21 ദിവസം കഴിഞ്ഞുള്ള പരിപാടി ഞാൻ നിഷാസ് സ്പൈസസിൽ കാണിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാർട്ട് 1 ഒരു ഇതായിട്ട് നിഷാസ് ഡ്രീംസിൽ തന്നെ കാണിക്കാം. അപ്പം വൈൻ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മുടെ ഹോം മെയ്ഡ് വൈൻ എന്ന് പറയുമ്പോൾ ഒരു പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ്. ആക്ച്വലി എനിക്ക് വൈൻ അങ്ങനെ ഭയങ്കര വൈൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല. എനിക്ക് അതിൻ്റെ അങ്ങനെ കമർപ്പുണ്ടെങ്കിൽ തീരെ താല്പര്യമില്ല കുടിക്കാനായിട്ട്. നല്ല മധുരമുള്ള സ്വീറ്റ്, ഓവർ മധുരം എനിക്ക് അല്ലെങ്കിലും പറ്റത്തില്ല. നല്ല കുടിക്കാൻ ഇങ്ങനെ കമർപ്പ് ആണെങ്കിൽ പറ്റത്തില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അയ്യോ കമർപ്പ് എന്ന് പറയുമ്പോൾ തീരെ രക്ഷയില്ല. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന വൈനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വൈൻ ഉണ്ടാക്കുമ്പം നിങ്ങളെയും കൂടെ കൂട്ടാം. അപ്പം എല്ലാവരും വൈൻ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ സാധനങ്ങൾ നാളെ തന്നെ മേടിച്ചാൽ നിങ്ങൾക്ക് 21 ദിവസം ക്രിസ്മസിൻ്റെ മുമ്പ് ഡെഫിനറ്റായിട്ടും വൈൻ റെഡിയായി കിട്ടും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 കിലോ ഗ്രേപ്സ് ആണ്. ഈ ജ്യൂസ് മുന്തിരി എന്നും പറഞ്ഞിട്ട് മേടിക്കില്ലേ, ആ സംഭവമാണ് കേട്ടോ. കുരു ഉള്ളതാണ്, സീഡ്ലെസ് ഒന്നുമല്ല, നോർമൽ കുരു ഉള്ള ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞ് മേടിക്കണം കേട്ടോ. അല്ലാതെ സാധാരണ ഈ വലിയ ഗ്രേപ്സ് ഒക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ മേടിക്കരുത്. അങ്ങനത്തെ വെച്ച് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വലിയ ഗ്രേപ്സ് അല്ലെങ്കിൽ സീഡ്ലെസ് ഒന്നും ആവശ്യമില്ല. നോർമൽ കുരുവുള്ള ജ്യൂസ് മുന്തിരി എന്ന് നോർമൽ നമ്മൾ റോഡ് സൈഡ് കടകളിലൊക്കെ മേടിക്കുന്നെങ്കിൽ ജ്യൂസ് മുന്തിരി എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നോർമൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇങ്ങനത്തെ ജ്യൂസ് മുന്തിരി. ഇതിപ്പോൾ 2 കിലോ എടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് എപ്പോഴും ശ്രദ്ധിക്കണം, ഒത്തിരി പെസ്റ്റിസൈഡ് ഉള്ള സംഭവമാണ്. അപ്പം നന്നായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യുന്ന മെത്തേഡ് ഉപ്പും മഞ്ഞൾപ്പൊടി. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഞാൻ യൂഷ്വലി അങ്ങനെയാണ് എല്ലാം കഴുകുന്നത്. ബേക്കിംഗ് സോഡ, വിനിഗർ, സോഡാപ്പൊടിയും വിനിഗറും ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വെള്ളത്തിലൊരു 1/4 മണിക്കൂർ ഇട്ട് വെക്കും. എന്നിട്ട് നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ വീണ്ടും 2-3 പ്രാവശ്യം വെള്ളം മാറ്റി വീണ്ടും കഴുകും കേട്ടോ. അപ്പോൾ സോഡാപ്പൊടിയും വിനിഗറുമാണ് എൻ്റെ ക്ലീനിങ് മെത്തേഡ്. അപ്പം നല്ലതായിട്ട് ഇതിന് 2-3 പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട്, ഇത് 3/4 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കിടക്കുമായിരുന്നു 2 കിലോ ഗ്രേപ്സ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. ഗ്രേപ്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേപ്സ് ആണ് കേട്ടോ, സീഡ്ലെസ് അല്ല. ഗ്രേപ്സ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. സോഡാപ്പൊടിയും വിനിഗറും ഒക്കെ ഇട്ട് വെച്ച് വെള്ളത്തിൽ നിന്ന് എടുത്ത് 2-3 പ്രാവശ്യം വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഈ ഗ്രേപ്സ് കഴുകിയെടുത്തപ്പോൾ തന്നെ അതെല്ലാം ഇങ്ങനെ അടർന്ന് ഈ കമ്പിയിൽ നിന്ന് വേർപെട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഈ കമ്പിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഗ്രേപ്സ് മാത്രമായിട്ടൊരു പാത്രത്തിലോട്ട് ഇടും. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പച്ച ഗ്രേപ്സ് അതേപോലെ ഇങ്ങനെ അളിഞ്ഞ ഗ്രേപ്സ് ഒന്നും എടുക്കരുത്. നല്ല ഗ്രേപ്സ് ഈ കളർ മാറിയൊന്നും എടുക്കരുത് കേട്ടോ. ഈ കളറിലിരിക്കുന്ന ഒന്നും എടുക്കരുത്. നല്ല ബ്ലാക്ക് കളറ്, ഈ പച്ച ഒന്നും എടുക്കരുത് കേട്ടോ. നല്ല ബ്ലാക്ക് ഗ്രേപ്സ് മാത്രം എടുക്കാവൂ. ഇങ്ങനെ പറിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് എടുക്കണം. ഇതും കുറച്ചിട്ട് ഇങ്ങനെ അളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എടുത്താലുള്ള പ്രശ്നം നമുക്ക് കുഴപ്പമില്ല. ഒരെണ്ണം അല്ലേ നമ്മൾ പോട്ടെ അങ്ങനെ കളയണ്ട എന്ന് മേടിച്ചിട്ടെടുക്കുക. അതൊക്കെ കഴിച്ചാൽ മതി, കളയണ്ട, കഴിച്ചാൽ മതിയല്ലോ. ഇതിനകത്തോട്ട് എടുത്തിടണ്ട, കാരണം നമ്മുടെ വൈൻ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മുടെ വൈൻ ഉണ്ടാക്കാനുള്ള ഇതിലോട്ട് എടുക്കരുത്. ബാക്കി നല്ല ബ്ലാക്ക് ഗ്രേപ്സ്, നല്ലതൊന്നും പറ്റാത്ത ഈ എന്തെങ്കിലും പാടും ഒന്നുമില്ലാതെ നല്ല ഗ്രേപ്സ് മാത്രം ഒരു പാത്രത്തിലോട്ട് ഇടണം. എല്ലാം അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഗ്രേപ്സ് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ കിട്ടി. ഈ ഗ്രേപ്സ് ഞാൻ കഴിക്കാനായിട്ട് വെച്ചാൽ പച്ച ഗ്രേപ്സ്, കുറച്ച് ചതഞ്ഞ ഗ്രേപ്സ് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ബാക്കി ചീഞ്ഞ ഗ്രേപ്സ് ഇത്രയായിരുന്നു. അപ്പം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.25 കിലോ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബാക്കി കളയണ്ട, നമുക്ക് കഴിക്കാനായിട്ട് ഇത് സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതിയല്ലോ. ഞാൻ ഈ ഗ്രേപ്സ് എല്ലാം കൂടെ ഒരു തുണിയിലോട്ട് നിരത്തി വെക്കാൻ പോവാ.
തുണി നല്ല കഴുകി വൃത്തിയാക്കിയ നല്ല തുണിയായിരിക്കണം കേട്ടോ. ഞാൻ ഈ തുണി കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ഇട്ട്, തിളച്ച വെള്ളത്തിലല്ല 1 മിനിറ്റ് ഞാൻ നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. തിളപ്പിച്ച് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്ത തുണിയാണ്. അല്ലെങ്കിൽ ഓരോ ഗ്രേപ്സ് ആയിട്ട് എന്നിട്ട് നമ്മൾ തുടച്ചെടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ഗ്രേപ്സ് ആയിട്ട് തുടച്ചെടുക്കുന്നതിലും ഈ ഗ്രേപ്സ് എല്ലാം കൂടി തുണിയിൽ നിരത്തി വെച്ചിട്ട് ഞാനിതിന് നാളെ രാവിലെയാണ് വൈൻ ഇടാൻ പോകുന്നത്. അപ്പം ഇന്ന് രാത്രിയിൽ ഇതിങ്ങനെ നിരത്തി വെക്കും. അങ്ങനെ ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ തുടച്ചെടുത്താലും മതി. അല്ലെങ്കിൽ രാവിലെ ചെയ്തിപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ടൈം തികയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിനകം ഇത് നല്ല ഫാനൊക്കെ ഇട്ട് വെച്ചാൽ ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല നിരത്തി വെച്ചാൽ മതി തുണിയുടെ പുറത്ത്. മുരളിയെ അടത്താൻ വിളിച്ചു, അപ്പോൾ വന്നില്ല, കുളിക്കാൻ പോയി ആ സമയത്ത്. ഹലോ. ഈ ഗ്രേപ്സ് അല്ല വൈൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അത് വർക്കൗട്ട് ആയത്. ഈ ഭരണി ഒക്കെ മേടിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 4-5 മാസമായിട്ടുണ്ട്. അപ്പൊ അപ്പം മുതല് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇപ്പഴേ ശരിയായത്. ഈ ഭരണി എവിടെ കിട്ടും? റോഡ് സൈഡിലൊക്കെ കാണും കേട്ടോ. ഇത്രയും വലിയ ഭരണി എവിടെ കിട്ടും എന്ന് എല്ലാവർക്കും റോഡിലൊക്കെ കാണും. ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഭരണി എവിടെ കിട്ടും എന്ന് ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് മേടിച്ചത്. കടകളിൽ നിന്നൊന്നും അല്ല, റോഡിൽ നിന്നാ. ശരി, കണ്ടിന്യൂ. ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് പാത്രം എടുക്കണേ. സ്റ്റീല്, അലുമിനിയം അതിനെക്കാട്ടിലൊക്കെ നല്ലത്. കുറെ നാൾ സ്റ്റോർ ചെയ്യേണ്ടതല്ല. പ്ലാസ്റ്റിക് ഒരിക്കലും എടുക്കരുത്. സ്റ്റീലും അലുമിനിയം ഒന്നും എടുക്കാതെ ഒന്നെങ്കിൽ ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് പാത്രം. ഞാൻ ഭരണി ഒന്നും കാണിച്ചില്ല, അത് വരുമ്പോഴത്തേക്കും പറയാന്ന് പറയാം. മുരളി വന്ന് ഭരണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിരത്തി വെച്ചു. ഇനി ഫാൻ ഇട്ട് വെച്ചേക്കാം കേട്ടോ, ഇത് നല്ലതായിട്ട് ഡ്രൈ ആവാനായിട്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പഞ്ചസാരയും വെള്ളവും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സ് ആക്കി തിളപ്പിച്ചെടുക്കണം. ഇത് അല്ലാതെ ശരിക്കും വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്രേപ്പ് ഒരു ലെയർ, അതിൻ്റെ പുറത്ത് പഞ്ചസാര ലെയർ, പിന്നെ ഗ്രേപ്പ് ഒരു ലെയർ, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 21 ദിവസത്തേക്കാണ് ഇടുന്നെങ്കിൽ 21 ദിവസവും ഈ ഭരണി എടുത്ത് ഇങ്ങനെ അതിനകം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരേ സമയത്ത് എല്ലാ ദിവസവും ആ ഭരണിക്കകം നമ്മളിങ്ങനെ വെള്ളം തൊടാത്ത ഒരു തടിത്തവി വെച്ചിട്ട് ഇളക്കണം. അത് ഇളക്കാനായിട്ട് പറ്റാതെ ഇപ്പം ഞാനാണെങ്കിൽ ഇട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും വീട്ടിലൊന്നും ഉണ്ടാവത്തില്ല. ഇടയ്ക്കൊന്ന് 1-2 ദിവസത്തേക്ക് യാത്രയും ഒക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് ഈ 21 ദിവസം ഞാൻ ഉണ്ടാകത്തില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ ഈ പഞ്ചസാരയും വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇളക്കാൻ പറ്റാത്തവർക്ക് ഈ രീതി നല്ല എളുപ്പമുള്ള. ഇതാകുമ്പോൾ നമുക്ക് 21 ദിവസം അടച്ചു വെച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ വെച്ചിരുന്നാൽ മതി. പിന്നെ 21-ാം ദിവസം ചെന്ന് തുറന്ന് ഇളക്കിയാൽ മതി. അപ്പം ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ജസ്റ്റ് ഈ സമയത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് അലിയിച്ചെടുത്ത് ഒഴിക്കണം എന്നേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യും. ക്വാണ്ടിറ്റിയും എല്ലാം, വെള്ളത്തിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ആകെ ഈ പഞ്ചസാരവും വെള്ളവും കൂടെ ചൂടാക്കുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. അപ്പം നമ്മളിപ്പം ഏകദേശം ഒരു 2 കിലോയിൽ നല്ല ഗ്രേപ്സ് എല്ലാം കൂടെ നോക്കി ഒരു 1.25 കിലോ ഗ്രേപ്സ് ഉണ്ടാവുമല്ലോ. 1.25 കിലോയ്ക്ക് ശരിക്കും അതിൻ്റെ ഒരു സെയിം എമൗണ്ട് പഞ്ചസാരയാണ് ഇടേണ്ടത്. പക്ഷേ എനിക്ക് അത്രയും പഞ്ചസാര വേണ്ട, നല്ല മധുരമായിരിക്കും, അതുകൊണ്ട് അത്രയും പഞ്ചസാര ഞാൻ ഇടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1.25 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ 2 കിലോയുടെ പാക്കറ്റാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ അങ്ങനെ ചേർക്കുകയാണേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കപ്പിലൊക്കെ എടുത്ത് മെഷർ ചെയ്ത് 4 കപ്പ് അങ്ങനെ എടുക്കണം. അതിലും ഭേദം ഞാൻ 2 കിലോയുടെ പാക്കറ്റ് മേടിച്ച് വെച്ച് അതിൻ്റെ പകുതി തന്നെ ചേർക്കുന്നതായിരിക്കും എളുപ്പം. കൃത്യ അളവൊന്നുമില്ല നമ്മുടെ മധുരത്തിന്. കേക്ക് ഉണ്ടാക്കുന്നില്ല അങ്ങനെ കൃത്യ അളവൊന്നുമില്ല. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം പഞ്ചസാരയൊക്കെ. 1/2 പാക്കറ്റിൽ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. തൽക്കാലം അത്രയും മതി, മധുരം അത്ര കൂടുതൽ വേണ്ട. ഇനിയും ഇതിലോട്ട് ഞാൻ 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 പോലത്തെ 2 കുപ്പി വെള്ളം ഒഴിക്കുവാണ്. സ്റ്റവ് ഓണാക്കാം. ഇത് ജസ്റ്റ് അത് രണ്ടും കൂടെ മിക്സായി ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മതി, അപ്പോഴത്തേക്കും ഓഫാക്കാം. ഈ ഷുഗറും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്.
ഇനി ഇത് ഓഫാക്കി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിനിയിപ്പോൾ നാളെ രാവിലെ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യണം എന്നില്ല, ഒന്നെങ്കിൽ ഇത് 3 hours കഴിഞ്ഞ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് ഉണ്ടാക്കുന്നതുകൊണ്ട് നാളെ രാവിലെ ഇതിപ്പം വൈൻ ഇടുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എടുത്തേക്കുന്നത് സൂചി ഗോതമ്പാണ് കേട്ടോ. ഇത് ഒരു പിടിയുണ്ട്, ഒരു പിടി നമ്മുടെ നോർമൽ സൂചി ഗോതമ്പ്. ഇത് നന്നായിട്ട് കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ഗ്രേപ്സ്, സിറപ്പ്, ഗോതമ്പ് എല്ലാം റെഡിയാണ്. ഇനിയും ഞാനിത് നന്നായിട്ടെല്ലാം തണുത്ത് നാളെ രാവിലെ നമുക്കെല്ലാം ഭരണിയിലാക്കി റെഡിയാക്കാം. ഇതിപ്പം നെക്സ്റ്റ് ഡേ ഗ്രേപ്സ് ഒക്കെ ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്, വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല. അതേപോലെ ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ്, ഒരു പിടി ഗോതമ്പാണ്. ഇതാ ഇങ്ങനെയാ ഗോതമ്പ്. ഈ ഗോതമ്പ് സൂചി ഗോതമ്പ് എന്ന് പറയുന്നത് ഈ ഗോതമ്പാണ് നമുക്ക് ശരിക്കും വീട്ടിലൊക്കെ ഗോതമ്പ് പൊടി പൊടിക്കുന്നവർ ഈ ഗോതമ്പ് എടുത്താണ് ഗോതമ്പ് മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിക്കുന്നവർ. ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പം അവിടെ നിൽക്കുന്ന നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തങ്കമണി ചേച്ചി ഇതേപോലെ ഗോതമ്പ് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചിട്ടൊക്കെയാണ് ഗോതമ്പ് പൊടി ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരും. വല്ലപ്പോഴൊക്കെ അവിടുന്ന് പോകുന്ന സമയത്ത് ഗോതമ്പ് പൊടി ഇതേപോലെ പൊടിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. ഇപ്പം ഈ ഗോതമ്പ് കിട്ടാൻ പാടുള്ളവരാണെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് അതാകുമ്പം ഈസി ആയിട്ട് കിട്ടും. ഇത് ഗോതമ്പ് എല്ലായിടത്തും കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ വിമാർട്ട് അവിടെ ചെന്നാൽ മേടിച്ച് എല്ലാ കടകളിലും ഈ സൂചി ഇങ്ങനെ നോർമൽ ഗോതമ്പെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ തീരെ ചെറിയ നമ്മുടെ ഈ ആവശ്യത്തിന് മാത്രമായിട്ട് കുഞ്ഞ് പാക്കറ്റായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പം 1/2 കിലോയുടെ പാക്കറ്റായിട്ടേ കിട്ടിയുള്ളൂ. 1/2 കിലോ അല്ല, 1 കിലോയുടെ പാക്കറ്റായിട്ട് ഇപ്പം ഈ ആവശ്യത്തിന് കിട്ടിയത് നമ്മുടെ വൈൻ ഉണ്ടാക്കാനായിട്ട്. ബാക്കി തിരുവനന്തപുരത്ത് പോകുമ്പം കൊണ്ടുപോയി അവിടുന്ന് പൊടിപ്പിച്ചുകൊണ്ട് ബാക്കി ഗോതമ്പ് പൊടി പൊടിപ്പിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചല്ലോ. നമുക്ക് കുഞ്ഞ് പാക്കറ്റ് 100 ഗ്രാം 200 ഗ്രാമായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ വൈനിന് ശരിക്കും ഒരു പിടി ഇങ്ങനെ കയ്യിലെടുക്കാവുന്ന ഒരു പിടി മതി. അപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഗോതമ്പ്. അതേപോലെ ഗ്രേപ്സും നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പാത്രത്തിലോട്ട്, ഇതെല്ലാം കൂടെ അല്ല, ഗ്രേപ്സ് ഒരു പാത്രത്തിലോട്ട് എടുക്കട്ടെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വെള്ളത്തിൻ്റെ ഈ പാത്രം നമ്മൾ എടുക്കുന്ന നമ്മുടെ കയ്യിൽ പോലും ഒരംശം വെള്ളം പാടില്ല. നമ്മൾ കാരണം നന്നായിട്ട് മെനക്കെട്ട് ചെയ്യുന്നതല്ലേ, അപ്പം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന തുണി, ഗ്രേപ്സ്, പാത്രങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒരു ഡ്രോപ്പ് വാട്ടർ കണ്ടന്റ് പാടില്ല. അത് കാരണം ഇതെല്ലാം ചെയ്തിട്ട് അവസാനം 21 ദിവസം കഴിഞ്ഞ് നോക്കുമ്പം അയ്യോ വൈൻ പൂത്തിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കരുത്. അപ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ വിരിക്കുന്ന തുണി അതിൻ്റെ അടുത്തൂടെ നമ്മൾ വെള്ളം ഒന്ന് കൈ വെച്ച് ഇപ്പം ഗ്രേപ്സ് ഉണക്കാൻ ഇട്ടിട്ടാണെങ്കിൽ പോലും വെള്ളം തെറിക്കരുത്. അത് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അംശം ആകരുത്. ഒരു പാത്രത്തിലും ഒന്നും വാട്ടർ കണ്ടന്റ് ഒട്ടും പാടില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എല്ലാം, ഞാൻ വീണ്ടും വീണ്ടും അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം വൈൻ ഉണ്ടാക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും എങ്ങും പാടില്ല. ഇനി നമ്മുടെ ഭരണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വൈൻ ഇടുന്ന ഭരണി. നേരത്തെ മുരളിയേട്ടൻ പറഞ്ഞില്ലേ ഭരണിയുടെ കാര്യമൊക്കെ. അപ്പം ഇതാണ് ആ സാക്ഷാൽ ഭരണി. ഇങ്ങനൊരു ഭരണിയിലാണ് യൂഷ്വലി വൈൻ ഇട്ട് വെക്കാൻ നല്ലത്. ഇല്ലെങ്കിൽ ഗ്ലാസ് ഭരണി ഞാൻ കണ്ടിട്ടില്ല. ഗ്ലാസ് ഭരണി കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും കേട്ടോ. ഗ്ലാസ് ഭരണി എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പം വഴിയിലൊക്കെ ഞാൻ ഇപ്രാവശ്യം ഗുരുവായൂർ യാത്ര ചെയ്തപ്പോഴും ഒരുപാട് യാത്ര ചെയ്യുമ്പോഴൊക്കെ വഴിയിൽ സ്ഥിരം കാണുന്ന പല വലിപ്പങ്ങളുള്ള ഈ ഭരണിയൊക്കെ ഇപ്പം എല്ലായിടത്തും, എറണാകുളം സൈഡിലും ഒക്കെ ഒരുപാടുണ്ട്. ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരത്ത് 2 ദിവസത്തേക്ക് പോയപ്പോഴും അവിടെ ഒരു കടയുണ്ട്. അവിടെ എവിടെയാ പുള്ളി ട്രിവാൻഡ്രത്ത് ആ കടയുടെ ആ വഴിയുടെ പേരെന്താ മുല്ലേട്ടാ ട്രിവാൻഡ്രത്ത് ആ ചട്ടിക്കടയുടെ? കിള്ളിപ്പാലം ബൈപ്പാസിൽ സൈഡിലൊരു കടയുണ്ട്. അവിടെ ചട്ടികൾ, പലതരം ഭരണികളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ട്രിവാൻഡ്രത്ത്. എറണാകുളത്ത് അങ്ങനെ പ്രത്യേക ഒരു ലൊക്കേഷൻ പറയണ്ട, ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് സൈഡിലൊക്കെ കിട്ടും കേട്ടോ ഇത്. അപ്പം ഇങ്ങനൊരു ഭരണിയിലാണ് ഇത്. എനിക്ക് ബാക്കി സ്ഥലങ്ങളിൽ എറണാകുളം, ട്രിവാൻഡ്രം എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. ബാക്കി സ്ഥലത്തുള്ളവർക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി സ്ഥലത്തുള്ളവർക്കുണ്ട്. ബാക്കി സ്ഥലത്ത് ഇഷ്ടം പോലെ എല്ലായിടത്തും ഈസിയായിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ ഭരണി. അപ്പം ഇങ്ങനത്തെ ഒരു ഭരണിയിൽ ഇട്ട് വെക്കണം. സ്റ്റീലും അലുമിനിയവും ചെയ്യാത്തതായിരിക്കും നല്ലത് കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ ആയിരിക്കും നല്ലത്. പിന്നെ അടപ്പ് വേണം കേട്ടോ. വിത്ത് അടപ്പാണ് ഇത് കിട്ടുന്നത്. നല്ല അടച്ചുറപ്പുള്ള ഒരു ഗ്ലാസ് ഭരണി ആയാലും മതി. ഗ്ലാസ് ഇങ്ങനത്തെ ഒരു വലിയ ജാറ് അല്ലെങ്കിൽ ഈ ഭരണി. ഓക്കെ. പിന്നെ ഇത് നന്നായിട്ട് മേടിച്ച് അങ്ങനെ തന്നെ വെച്ചേക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് നിങ്ങളിപ്പോൾ മേടിച്ച് ഉടനെ ഉണ്ടാക്കുകയാണെങ്കിൽ
നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാം. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്താണ്. നന്നായിട്ട് വാഷ്, അതിനകത്ത് ഒട്ടും ഭരണി ഉണക്കി കിട്ടാൻ പാടാണ്. വെയിലത്ത് വെച്ച് ഞാൻ ബാൽക്കണി വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി പിന്നെ ഒന്നുകൂടെ ടിഷ്യൂ ഒക്കെ ഇട്ട് തുടച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്നലെ ഫുള്ള് വെയിലത്ത് ഞാൻ ഈ ഗ്രേപ്സ് ഉണക്കാൻ വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭരണിയും കഴുകി വെളിയിൽ വെച്ചിരുന്നു. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി. ഒന്നുകൂടെ ഉറപ്പ് വരുത്താനായിട്ട് ടിഷ്യൂവും തുണിയും ഒക്കെ ഇട്ട് തുണി എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ടിഷ്യൂ ഒക്കെ ഇട്ട് തുടച്ച് ഡ്രൈ ആക്കി ഉണക്കി എടുത്തതാണ്. ഒട്ടും വെള്ളം എങ്ങും പാടില്ല കേട്ടോ. ഗ്രേപ്സ് ഭരണിയിൽ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു പാത്രത്തിലോട്ടിട്ട് ഞാനൊന്ന് ഉടച്ചെടുക്കുവാണ്. ഉടച്ചെടുക്കാനായിട്ട് ഇങ്ങനൊരു തവി, പാലും ദോശമാവൊക്കെ എടുക്കുന്നൊരു തവി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ചായിട്ട് ഇട്ട് ആദ്യം ആ ഭരണിയിലോട്ട് ഇടുന്ന ആ ഒരു സെറ്റ് എടുത്ത് ഒന്ന് തവി വെച്ചിട്ട് ഉടച്ചെടുക്കാം. കാരണം നമ്മൾ ഈ വൈന് ഇട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ഇട്ട് മിക്സ് ആക്കുന്നില്ലല്ലോ. അപ്പം നല്ല എളുപ്പത്തിൽ അത് വൈനായി അതിൻ്റെ സത്തൊക്കെ വേഗം ഇറങ്ങി വരാനാണ് നമ്മൾ ഈ ഗ്രേപ്സ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഡെയിലി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇളക്കൽ പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴേ ഈ ഗ്രേപ്സ് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ആ തൊലിന്ന് അതിൻ്റെ ആകെ ഭാഗം ഒന്ന് വേർപെട്ട് വരും. തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഉടച്ചു കൊടുത്ത ഗ്രേപ്സ് ഈ ഭരണിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഭരണിയുടെ ഇനോഗ്രേഷൻ നടത്തി. ഫസ്റ്റ് ഉടച്ചു കൊടുത്ത് ആദ്യത്തെ സെറ്റ് ഗ്രേപ്സ് ഇട്ട് കൊടുത്തു. നിങ്ങൾ ഈ ഷുഗർ സിറപ്പ് ആക്കാതെ ഡെയിലി ഇളക്കുന്ന പ്രോസസ്സ് ചെയ്യുവാണെങ്കിലും ഇതേപോലെ ഗ്രേപ്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോട്ട് ഇട്ട് കൊടുക്കും, നല്ലതാണ്. ഫസ്റ്റ് സെറ്റ് ഗ്രേപ്സ് ഇടുക, എന്നിട്ട് ഒരു ലെയർ ഷുഗർ ഇടുക. കുരു ഒന്നും മാറ്റണ്ട, കുരു ഉൾപ്പെടെ നമ്മൾ ഇടുവാണ്. അതിന് കുരുവൊക്കെ വേർപെട്ടിങ്ങനെ വരും. ഞാൻ ആ കുരു എല്ലാം അതേപടി ഇടുക. കാരണം ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ് 21 ദിവസമൊക്കെ കഴിഞ്ഞ് എല്ലാം അരിച്ചെടുക്കുന്നതുകൊണ്ട് കുരു ഒന്നും പ്രശ്നമാക്കണ്ട. ഇതേപോലെ ബാക്കി സെറ്റ് എല്ലാം ഞാൻ ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ ക്രഷ് ചെയ്ത് ഗ്രേപ്സ് മൊത്തം അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഗ്രേപ്സ് ഫുള്ള് ഭരണിക്കകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് ഒഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഇടണം, ഗ്രേപ്സ് ഇടണം, അങ്ങനെയാണ് ഫുൾ ഇടേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പം നമ്മൾ വെള്ളം അല്ലാത്തതുകൊണ്ട് നമ്മൾ 2 ലിറ്റർ വെള്ളം വെച്ചിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് ഇവിടെ പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ഈ ഗ്രേപ്സിൻ്റെ പുറത്തോട്ട് ഒഴിക്കുകയാണ്. ഈ ഭരണിയിൽ ഫുൾ ഇപ്പം ഗ്രേപ്സ് ഫുൾ ക്രഷ് ചെയ്ത് വെച്ച ഗ്രേപ്സ് ഇതിനകത്തിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഭരണിക്കാനും കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതെനിക്ക് അതിൻ്റെ പുറത്തോട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ പോവാം. നന്നായിട്ട് തണുക്കണം കേട്ടോ. അത് അപ്പം തന്നെ ഞാൻ അതാണ് പറഞ്ഞത്, ചൂടോടുകൂടി ചെയ്യരുത്. ഷുഗർ സിറപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് തണുത്തിട്ടേ ഒഴിക്കാവൂ, ചൂട് ഷുഗർ സിറപ്പ് ഒഴിക്കരുത്. സിറപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ആ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. 2 മിനിറ്റ് മതി അത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ. ഫുള്ളായിട്ട് ഒഴിച്ചു. ഇതിപ്പം ഈ ഭരണിയുടെ ഒരു പകുതി ഓളമേ ഉള്ളൂ കേട്ടോ. ഭരണി ഒരിക്കലും ഈ ഇവിടെ വരെ ആക്കി വെക്കരുത്, അതിങ്ങനെ ഓവർഫ്ലോ ചെയ്യും. ഈ ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന കറക്റ്റ് ഈ ഭരണിയുടെ പകുതിയാണുള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ 3 കിലോ ഗ്രേപ്സ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിലും ഭരണിയുടെ മുഴുവനായിട്ട് വെക്കരുത്. പിറ്റേ ദിവസം 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇനിയും ഇടാൻ പോകുന്നത് ഗ്രാമ്പു. ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. 2 കിലോ ഗ്രേപ്സ് ഉണ്ടല്ലോ. 1, 2, 3. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ അതൊരു നമ്മുടെ ഈ വൈനിന് വീര്യം കൂട്ടാനായി പട്ടയും ഗ്രാമ്പും ഏലക്ക ചിലർ ചേർക്കും. ഞാൻ ഏലക്ക ചേർക്കുന്നില്ല, പട്ടയും ഗ്രാമ്പും വീര്യം കൂട്ടാനാണ് ചേർക്കുന്നത്. 3, 4, 5, 6. ഓക്കെ, എണ്ണം തെറ്റാതിരിക്കാനാണ്, ഇടയ്ക്ക് എണ്ണം തെറ്റിപ്പോവും. പിന്നെ പട്ട ഇത്രയും വലിയൊരു കഷ്ണം 1, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കൂടെ ചേർക്കാം.
കുഞ്ഞിങ്ങനത്തെ 2 ചെറിയ കഷ്ണങ്ങൾ. മറ്റേതൊരു കുഴൽ പോലത്തെ ഒരു വലിയ കഷ്ണമായിരുന്നു. ഇതിപ്പോൾ 2 പൊട്ടിയ ചെറിയ കഷ്ണങ്ങൾ. ഒത്തിരി ചേർത്താൽ ഭയങ്കര സ്ട്രോങ് ആയിപ്പോവും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇനിയും ഗോതമ്പ് അങ്ങനെ തന്നെ ചേർക്കുക. പിന്നെ ഈസ്റ്റ്. ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇപ്പം എല്ലായിടത്തും കിട്ടും. ഞാനിത് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല നിങ്ങളുടെ കയ്യിൽ നോർമൽ ഉരുണ്ട ബോൾ പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇച്ചിരി വെള്ളം നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുമ്പം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കത്തില്ല. അതേപോലെ ഇച്ചിരി വെള്ളം ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് വെള്ളം ചൂടാക്കുകയല്ല, ഒന്ന് ചെറു ചൂട് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് അതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. എന്നിട്ട് ഈസ്റ്റ് ഇതിനകത്തോടെ ഇടണം. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഇതിനകത്തോടെ ഇടുക. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഡയറക്റ്റ് 1.5 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇളക്കുന്ന മുമ്പേ അകം കാണിച്ചാണ്. ഇപ്പം മുരളിയേട്ടനെ വിളിച്ചു റെക്കോർഡ് ചെയ്യാൻ. ഇനി ഞാൻ ഇളക്കാൻ പോവാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനിയും ഇതിനകം ഇളക്കുമ്പോൾ ഒരു തടിത്തവി വെച്ചിട്ട് ഇളക്കാവൂ. തടിത്തവിയിൽ വെള്ളം പാടില്ല, ഒന്നും പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തടിത്തവി ചൂടാക്കി എടുത്തേ ഇളക്കുന്നതിന് മുമ്പേ. അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഇല്ലാതിരിക്കാൻ ഇനി നല്ലതായിട്ട് ഒന്ന് സ്പീഡിൽ കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. കാരണം ഇതാണ് നമ്മുടെ ഇളക്കൽ പ്രോസസ്സ്. പിന്നെ എല്ലാ ദിവസമായിട്ട് ഇളക്കുന്നില്ലല്ലോ. ഇനി 21 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വൈനിനെ കാണും. അപ്പോൾ വൈനായി ഇരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇളക്കണം നന്നായിട്ട്. ഇപ്പൊ ഈസ്റ്റ് ചേർത്തതിന് പുളിച്ച പട്ടയുടെ മണമാ. നല്ല പട്ടയാ ചേർത്തേക്കുന്നത്. ഈസ്റ്റ് കുറച്ച് പുതിയ ഈസ്റ്റ് ചേർക്കാൻ ശ്രമിക്കുക. ഒത്തിരി പഴകിയ ഈസ്റ്റ് ചേർക്കരുത്. കുറച്ച് ഈയിടെ ഒരു മാസത്തിനകം മേടിച്ച കുറച്ച് ഒത്തിരി പഴകാത്ത ഈസ്റ്റ് ചേർക്കുക. കുറച്ചധികം നേരം ഇളക്കണേ. ഫുള്ള് ഇളക്കി ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകം ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കി. നല്ല പൊക്കത്തിരിക്കുക നോക്കി. ഇതിനകം കാണുന്നുണ്ടോ? ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തൊടേണ്ട ആവശ്യമില്ല, ഇളക്കേണ്ട ആവശ്യമില്ല. അടപ്പുണ്ടല്ലോ, അടയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു തുണി, ഇത് നേരത്തെ ഗ്രേപ്സ് ഉണക്കാൻ വെച്ച തുണിയല്ല, വേറെ തുണിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഡ്രൈ ഒരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മൂടുക. കാരണം വായു ഒന്നും കടക്കാൻ പാടില്ല. എയർ ടൈറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചു, വേറൊന്നും കയറാതിരിക്കാൻ. ഓക്കെ. എന്നിട്ട് ഞാനൊരു ചരട് വെച്ചിട്ട് കെട്ടുക. ഭരണി കെട്ടിവെച്ചു. വൈൻ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൈ വൈൻ ഈസ് വെയിറ്റിംഗ്. ഇനിയും 21 ദിവസം കഴിയുമ്പോൾ നല്ല അസല് വൈനായിട്ട് പുറത്ത് വരും. അപ്പം 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിഷാ സ്പൈസസിലാണ് ഇത് വൈനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ ആരൊക്കെ വൈൻ ഇടുന്നുണ്ടെന്ന് എന്നെ അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നാളെ സാധനങ്ങൾ മേടിച്ച് ആദ്യമായിട്ട് വൈൻ ചെയ്യുന്നവർ ഒന്നും പേടിക്കാതെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലാതെ ചെയ്യണമെന്നേ ഉള്ളൂ. ധൈര്യമായിട്ട് വൈൻ ഇതുവരെ ട്രൈ ചെയ്യത്തില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് എന്നോട് അറിയിക്കണം കേട്ടോ. ആരൊക്കെ ഇതിൻ്റെ കൂടെ വൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കമൻറ്റ് ബോക്സിൽ രസമല്ലേ. ഒരാളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു രസമാണ്. എന്നാൽ ഞാനും കൂടാവുന്നൊരു തോന്നൽ വരും. അപ്പം നമുക്കൊരു വൈൻ ചലഞ്ച് പോലെയൊക്കെ ചെയ്ത് നോക്കാം. ആരുടെയൊക്കെ വൈൻ നല്ല രസമായിട്ട് 21 ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നു എന്ന് നമുക്ക് കാണാമല്ലോ. ഓക്കെ. 21 ദിവസം ഈ ഭരണിയെ ഒട്ടും വെയിലടിക്കാത്ത ഒരു സ്ഥലത്ത് വെക്കണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന അടുക്കളയിൽ ഇങ്ങനെ ജനലിൽ അടുത്ത് അങ്ങനെയൊന്നും കൊണ്ട് വെക്കരുത്. ഭയങ്കര സൺലൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് പാത്രമൊക്കെ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഭരണി ഉപയോഗിക്കണമെന്ന് പറയുന്നത് തന്നെ. ഭരണി ആണെങ്കിലും ഇപ്പം ജനലിൻ്റെ തൊട്ടടുത്ത് അങ്ങനെയൊന്നും വെക്കരുത്. അധികം സൺലൈറ്റ് അടിക്കാത്ത കുറച്ച്, ഇപ്പം നിങ്ങൾക്ക് ഒരു നല്ലൊരു അലമാരിയോ അതിനകത്ത് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ വെച്ചോളൂ. അല്ലെങ്കിൽ റൂമിൽ കുറച്ച് സൺലൈറ്റ് കിട്ടാത്തൊരു ഇരുട്ട് ഭാഗത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. എൻ്റെ കൂടെ വൈൻ ഉണ്ടാക്കാൻ കൂടണം എല്ലാവരും കേട്ടോ. നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞ് നിഷാ സ്പൈസസിൽ വൈനുമായിട്ട് കാണാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ വൈൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും. ബൈ.